ഏറ്റവും മൃഗീയമായ ഒരു മരണമാണ് തിരുവനന്തപുരത്ത് നമ്മുടെ ഈ കിള്ളിപ്പാലത്ത് ഷിബു എന്ന ചെറുപ്പക്കാരൻ പാമ്പടിയിട്ട് മരണപ്പെട്ടത്. പാമ്പ് പിടിക്കാൻ പോയപ്പോൾ കടികിട്ടിയതല്ല, പാമ്പിനെ കൊണ്ടുവന്നപ്പോൾ കടികിട്ടിയതല്ല. എന്റെ പേര് കേൾക്കുമ്പോൾ ചിലർക്ക് പിടിക്കുന്നില്ല. നമ്മുടെ കൊറോണയുടെ അല്ലെ നമ്മുടെ ജനങ്ങളെ ഇല്ലാതാക്കിയ കൊറോണ എന്ന് പറഞ്ഞ അസുഖത്തിൽ നിന്ന് മുക്തനാക്കാൻ പറ്റിയ ഒരു ഔഷധം പാമ്പിന്റെ മരണത്തിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നു ഇപ്പോൾ. നമസ്കാരം. മലയാളികൾക്ക് പ്രത്യേകിച്ച് മുഖവുരയുടെ ഒന്നും ആവശ്യമില്ലാത്തൊരു മനുഷ്യനുണ്ട്, വാവാ സുരേഷ്. ചെല്ലപ്പേരായിട്ടൊക്കെ പറയുന്നുണ്ട് മലയാളികളുടെ തങ്കക്കുടം. അല്ലെങ്കിൽ ഈ ഒരു പാമ്പ് എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്ന ഒരു പേരാണ് ചേട്ടാ. എങ്ങനെയാണ് ഈ ഒരു ജീവിതം ഇത്തരത്തില് ഇപ്പോ ചേട്ടനെ കണ്ട ആളുകളൊക്കെ ഇപ്പൊ പോലും പറയുന്നത് എത്ര തവണ മരിച്ചെന്ന് കരുതിയിട്ടുള്ള മനുഷ്യനാണെന്നറിയോ? ഒരു ദൈവികതയാണ് ചേട്ടനെ കാണുമ്പോൾ തോന്നുന്നത്. എങ്ങനെയാണ് ഈ ഒരു ജീവിതത്തിലേക്ക് വരുന്നത്? അതായത് പാമ്പുമായിട്ടുള്ള ഈ ഒരു പാമ്പിന്റെ ജീവിതം ഞാൻ ചെറുപ്പം മുതലേ അറിയാലോ, നമ്മൾ ഇരിക്കുന്ന സ്ഥലം തന്നെ നിബിഡമായ കായലും അതിന്റെ ഒരുപാട് കാടുകെട്ടൊക്കെ കിടന്ന ഒരു സ്ഥലമാണ്. ഇപ്പൊ അത് ഹൈവേ ആയി, അതിനടുത്ത് മറ്റേ എയർപോർട്ടിന്റെ ഓഫീസ്, അങ്ങനെ കുറെ സ്ഥാപനങ്ങൾ വന്നപ്പോൾ, വികസനം വന്നപ്പോൾ അതൊക്കെ ഇല്ലാതായി. അപ്പൊ ഇവിടെയൊക്കെ ഞാൻ പണ്ട് സ്കൂളിൽ പോകുന്ന സമയത്ത് 5ലും 6ലും 4ലും 5ലും 6ലൊക്കെ പഠിക്കുന്ന സമയത്ത് ക്ലാസ്സിലൊന്നും പോവാതെ എന്റെ കൂട്ടുകാർ ഇവിടേക്കുള്ള കൂട്ടാണ്. അപ്പൊ അവരോടൊപ്പം ചേർന്ന് അവരുടെ വീട്ടിലൊക്കെ വന്ന് ഈ ഭാഗത്തൊക്കെ സഞ്ചരിച്ച് പാമ്പും നീർനായും കാട്ടുപൂച്ചയും എന്താ പറയുക കുറുക്കനെയൊക്കെ കണ്ട് വളർന്നൊരു സാഹചര്യം. പിന്നെ അമ്മ ചെറുപ്പത്തിലെ പയ്യനെ വളർത്തി. എന്റെ ഒരു 9 വയസ്സ് 8 വയസ്സുള്ള സമയത്ത് അമ്മ പയ്യ വളർത്താൻ തുടങ്ങി. അപ്പൊ അമ്മയുടെ ഒപ്പം അമ്മ പുല്ലരിയാൻ പോകുമ്പോൾ പിന്നെ അമ്മയുടെ ഒപ്പം സഞ്ചരിച്ചു. അപ്പൊ സഞ്ചരിക്കുന്ന സമയത്ത് പാമ്പിനെ കണ്ടിട്ടുള്ള ഒരു സാഹചര്യം. പിന്നെ സ്കൂൾ കട്ട് ചെയ്ത് നിത്യേന സ്കൂളിൽ പോകുന്ന ഒരു സ്വഭാവം പണ്ടേ എനിക്കില്ലായിരുന്നു. അപ്പൊ സ്കൂൾ കട്ട് ചെയ്ത് ഏതെങ്കിലും പാടത്തോ പറമ്പിലൊക്കെ പോയിരിക്കുന്ന സമയത്ത് അവിടെ അതിഥികളെ കണ്ടിട്ടുള്ള ഒരു സാഹചര്യം. അപ്പൊ അങ്ങനെ ഒരു 13-14 വയസ്സ് കാലഘട്ടമാണെന്ന് എന്റെ ഓർമ്മ. അങ്ങനെ പാടത്തോടെ പോയി പാത്തിരുന്ന സമയത്ത് ഒരു ചെറിയ പാമ്പിന്റെ കുഞ്ഞിനെ കാണുകയും അതിനെ ഒരു കമ്പ് തട്ടിയപ്പോൾ അത് പത്തിയിടുകയും അത് മൂർഖനാണെന്നോ അണലിയാണെന്നോ രാജകൊമ്പനാണെന്നോ നമുക്കറിയില്ല. അന്ന് ആ ചെറുപ്പ കാലഘട്ടത്തിൽ അങ്ങനെ തുടങ്ങിയൊരു യാത്ര ഇപ്പൊ ഏകദേശം ഒരു 40 വർഷത്തോളം അടുത്താവുന്നു. ഒരുപാട് വെച്ചാൽ ഒരു 14 ജില്ലകളിൽ സഞ്ചരിച്ചു. 14 ജില്ലകളിലും അവയർനെസ് ക്യാമ്പുകൾ ചെയ്തു. ഒരുമാതിരിപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും ക്യാമ്പുകൾ ചെയ്തു. ഒരു ചരിത്രത്തിൽ ആദ്യമായിട്ട്, ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് വനം വകുപ്പിന് ട്രെയിനിങ് കൊടുക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. അതിനേക്കാളുപരി ചരിത്രത്തിൽ ആദ്യമായിട്ട് നമ്മുടെ ആർമിയുടെ ജവാന്മാർക്ക് ജംഗിൾ ട്രെയിനിങ് സമയത്ത്, കുളത്തുപുഴയിൽ ചോഴിയക്കൂട് വെച്ച് ജംഗിൾ ട്രെയിനിങ് സമയത്ത് അവർക്ക് ട്രെയിനിങ് കൊടുക്കാൻ പറ്റി. പിന്നെ ചരിത്രത്തിൽ ആദ്യമായിട്ട് തണ്ടർ ബോൾട്ടിന്, നമ്മുടെ തണ്ടർ ബോൾട്ടിലെ പോലീസുകാർക്ക് നമ്മുടെ SAPയിൽ തിരുവനന്തപുരത്തെ SAPയിൽ വെച്ച് അവർക്ക് ട്രെയിനിങ് കൊടുക്കാനുള്ള ഭാഗ്യം ഉണ്ടായി. അങ്ങനെ എന്തായാലും കൊച്ചു കാലത്ത് തുടങ്ങിയ ഒരു തമാശയായിട്ട് തുടങ്ങി, അല്ലെങ്കിൽ ഒരു തമാശയ്ക്ക് തുടങ്ങി അതൊരു പാഷനായി. അതിപ്പോഴും ആ പാഷനായി തന്നെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഇതിൻ്റെ അപകടങ്ങൾ ഉണ്ടാവാറുണ്ട്. പാമ്പ് അതിഥികളുടെ കടികൾ മാത്രമല്ല, 2 പ്രാവശ്യം വണ്ടി ഇടിച്ച് എന്റെ കാർ ഇടിച്ചിട്ട് 2 പ്രാവശ്യം അപകടം ഉണ്ടായി. 3-6 പ്രാവശ്യം നട്ടലിന് പൊട്ടലുണ്ടായി. മരത്തിൽ നിന്ന് വീണ് കൈക്കും കഴുതിനും ഒക്കെ പൊട്ടലുണ്ടായി. പിന്നെ അതുപോലെ കൊറോണ ഒന്ന് സീരിയസ് ആയി. അപ്പൊ അപകടം എന്ന് പറഞ്ഞാൽ പാമ്പിന്റെ മാത്രം അപകടമല്ല, ഒരുമാതിരിപ്പെട്ട അപകടങ്ങളൊക്കെ എനിക്ക് അതിജീവിക്കാൻ കഴിഞ്ഞു. പിന്നെ ആൾക്കാരുടെ പ്രാർത്ഥന, പിന്നെ ഞാൻ പിടിക്കുന്ന പാമ്പുകൾ ഭൂമിയിലെ പ്രകൃതിയുടെ ഒരു സത്യമേ ഉള്ളൂ, അത് പാമ്പ് മാത്രമാണെന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. മറ്റൊന്നും ഇതിന്റെ മുന്നിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് എനിക്ക് എന്റെ അപകടം, എനിക്ക് 16 പ്രാവശ്യം ഇപ്പൊ എല്ലാവരും പറഞ്ഞ് കോട്ടയത്ത് വെച്ചുള്ളൊരു കടി കിട്ടിയാണ് അറിഞ്ഞിരിക്കുന്നത്. എന്നാൽ അതിനുശേഷം 3 കടി ഉണ്ടായി. അതാരും അറിഞ്ഞില്ല. ഒന്ന് കൂടെ നമ്മുടെ തിരുവനന്തപുരത്ത് കൈമനത്ത് ഒരു NSS കരയോഗത്തിന്റെ പണി നടക്കുമ്പോൾ പലവരടിയിൽ നിന്നൊരു മുറക്കാതിരെ കടി കിട്ടി കഴിഞ്ഞ ഡിസംബറിൽ തന്നെ, തൊട്ടടുത്ത് ഡിസംബറിൽ തന്നെ ഇവിടുന്ന് ട്രിവാൻഡ്രത്ത് വെച്ച് മറ്റു കടി കയ്യില് തള്ളവരലിൽ കിട്ടി, വലത്തേക്കട തള്ളവരലിൽ കിട്ടി. അത് മടങ്ങത്തില്ല. വലിയ സീരിയസ് ആയിരുന്നു. അത് നല്ല സീരിയസ് ആയിരുന്നു. അതാരും അല്ല, 1.5 മാസം ട്രീറ്റ്മെന്റ് ഉണ്ടായിരുന്നു. കോട്ടയത്തുള്ള അവിടെ 7 ദിവസം ഉണ്ടായിരുന്നു. പക്ഷെ ഇത് കയ്യിൽ കരമന വെച്ച് കിട്ടിയത് എല്ലാം കടി കിട്ടിയിട്ട് വരുന്നത്. ഇത് കൈമനത്ത് വെച്ച് കിട്ടിയിട്ടത്. ഇത് അല്ലാതെ അതിന് ശേഷം കിട്ടിയത്. ഇതിപ്പോ റീസെന്റ് 2 മാസം മുന്നേ നമ്മുടെ പേരൂർക്കടയ്ക്കടുത്ത് നമ്മുടെ എന്താ പറയുക ഇന്ദിരാനാറിനകത്ത് വെച്ച് കടി കിട്ടിയത്. അപ്പൊ ഈ 3 കടീനെ അടുത്ത് കിട്ടിയത്. 3 നല്ല കടികളാണ്, സീരിയസ് ആയിരുന്നു. അതൊന്നും ആരും അറിഞ്ഞില്ല. അപ്പോ ഈ ഒരു യാത്ര, ജനങ്ങളുടെ പ്രാർത്ഥന, പിന്നെ ഞാൻ അടിയുറച്ച് പാമ്പുകളെ ദൈവം ഞാൻ സങ്കല്പിക്കുന്നു. മറ്റുള്ളവർ എങ്ങനെ വിശ്വസിക്കുന്നു എനിക്കറിയില്ല. എന്റെ വിശ്വാസം, എന്റെ മാത്രം വിശ്വാസം. ഏതിനെ ആരാധിക്കേണ്ടെന്ന് തീരുമാനിക്കുന്നത് എന്റെ അവകാശമാണ്. അത് മറ്റാർക്കും പറയാനുള്ള അധികാരം അവകാശമാണ്. പിന്നെ സത്യം പറഞ്ഞാൽ ഭൂമിയുടെ അവകാശികൾ പാമ്പതികൾ തന്നെയാണ്. കാരണം ഇന്ന് നമുക്ക് പല അസുഖങ്ങൾക്കുള്ള ഔഷധങ്ങൾ പാമ്പിന്റെ വനത്തിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നു. അതുപോലെ നമ്മൾ ആലോചിക്കില്ല, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ മരണപ്പെട്ടത് കൊറോണയിലല്ല, പ്ലാഗ് എന്ന് പറഞ്ഞ അസുഖം വന്നിട്ട് 87 ലക്ഷം ആൾക്കാർ അന്ന് പഴയ കാലഘട്ടത്തിൽ ഇത്രയും ജനസംഖ്യ ഇല്ലാത്ത കാലഘട്ടത്തിൽ മരിച്ചത്. പക്ഷേ
നമ്മുടെ കൊറോണയുടെ അല്ലെ നമ്മുടെ ജനങ്ങളെ ഇല്ലാതാക്കിയ കൊറോണ എന്ന് പറഞ്ഞ അസുഖത്തിൽ നിന്ന് മുക്തനാക്കാൻ പറ്റിയ ഒരു ഔഷധം പാമ്പിന്റെ മരത്തിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഇപ്പോൾ ഇന്ത്യയിലല്ല, ഞാനത് ഒരു പ്രോഗ്രാം, ഒരു കൗമുദിയുടെ സ്നേക് മാസ്റ്റർ പ്രോഗ്രാമിൽ പറഞ്ഞിട്ടുണ്ട് ആ കൊറോണ സമയത്ത്. അപ്പൊ അത് ഞാൻ പറഞ്ഞപ്പോൾ എനിക്ക് വട്ടാണെന്ന് പറഞ്ഞു. ഇപ്പൊ ആണുങ്ങൾ കണ്ടുപിടിച്ചു, ഇന്ത്യ വിട്ട് ആണുങ്ങൾ വെളിയിൽ നിന്ന്, എനിക്കൊന്ന് ഓസ്ട്രേലിയ സൗത്ത് ഓസ്ട്രേലിയ മറ്റാണെന്ന് തോന്നുന്നു, കൊറോണയ്ക്കുള്ള പ്രതിരോധ മരുന്ന് പാമ്പിന്റെ മരത്തിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ എനിക്ക് തമാശയിൽ തുടങ്ങിയ ഒരു ക്രൈസായിട്ട് തോന്നിയ ഒരു സാധനം കൊണ്ട് ഇന്ന് എനിക്ക് ഒരുപാട് ആൾക്കാരെ ബോധവൽക്കരിക്കാൻ കഴിഞ്ഞു. ഞാൻ ഈ ഭൂമിയിലേക്ക്, ഞാൻ ഈ പാമ്പ് എന്ന് പറഞ്ഞ മേഖലയിലേക്ക് വരുമ്പോൾ കേരളത്തിൽ പാമ്പ് കൊടുത്തേക്കാൾ അപൂർവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവരാരും ഇതുപോലെ അവയർനെസ് ക്യാമ്പുകളോ ക്ലാസ്സുകളോ ഒന്നും ചെയ്തിട്ടില്ല. ഞാനാണ് ആദ്യമായിട്ട് വനം വകുപ്പിന് ട്രെയിനിങ് കൊടുത്തത്. RRT എന്ന് പറഞ്ഞ ടീമിന് ട്രെയിനിങ് കൊടുത്ത് തുടങ്ങിയതാണ്. ഞാൻ ലോക്കൽ ആൾക്കാർക്ക് ഞാൻ ട്രെയിനിങ് കൊടുത്തിട്ടില്ല, വെളിയുള്ള ആൾക്കാർക്ക് ഞാൻ ട്രെയിനിങ് കൊടുത്തിട്ടുള്ള വനം വകുപ്പ്, പോലീസ്, ഫോറസ്റ്റ്, ഫയർഫോഴ്സ്, ആർമി ഇങ്ങനെയുള്ള ആൾക്കാർക്ക് കൊടുത്തിട്ടുള്ളൂ. അല്ലാതെ ഒരു വലിയുള്ള ആൾക്കാർക്ക് ഞാൻ ട്രെയിനിങ് കൊടുത്തിട്ടില്ല. അകത്തുള്ള ഈ സർക്കാർ നിയന്ത്രണത്തിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ട്രെയിനിങ് കൊടുത്തു. പക്ഷേ അതിപ്പോൾ എനിക്ക് വിനയായി എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്താ വെച്ചാൽ എന്റെ പേര് കേൾക്കുമ്പോൾ ചിലർക്ക് പിടിക്കുന്നില്ല. അത് എന്താണെന്നല്ലോ, അവസരം ഇപ്പൊ അദ്ദേഹം പറഞ്ഞ പോലെ ആൾക്കാരനെ സ്നേഹത്തോടെ കാണുന്നു, അല്ലെങ്കിൽ പിന്നെ വേറൊരു പരിവേഷത്തിൽ കാണുന്നു. അത് കാണുമ്പോൾ അവർക്ക് കിട്ടാത്ത സംഭവങ്ങൾ നമുക്ക് കിട്ടുമ്പോൾ അത് ഈ അസൂയ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. അത് എവിടെ നിന്നുണ്ടായെന്ന് എനിക്കില്ല. അസൂയയും കുശുമ്പോ എന്ന് പറഞ്ഞാൽ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല ഇതുവരെ, കഷണ്ടിക്ക് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അതിലുണ്ടാവുന്ന ഇപ്പൊ പല സ്ഥലത്തിലും വാവാ സുരേഷ് പിടിക്കുമ്പോൾ പിടിക്കുക, ഇങ്ങനെ കാണിക്കും എന്ന് പറയുമ്പോൾ ഇഷ്ടപ്പെടാത്ത കുറെ ആൾക്കാരുണ്ട്. കുറെ ആൾക്ക് വളരെ അപൂർവം പേരാണ്. അവരാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ എന്നെ മാനസികമായിട്ട് ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് വനം വകുപ്പിന്റെ തന്നെ ഒരു അധികാരി ആയിട്ടുള്ള ഒരു അൻവർ എന്ന് പറയുന്ന ഒരു ഓഫീസറാണ്. ഞാൻ അദ്ദേഹത്തെ അൻവർ എന്ന് മാത്രമേ വിളിക്കാറുള്ളൂ. അത് നമുക്കൊരു സ്നേഹം ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്താൽ കിട്ടുന്നില്ല സ്നേഹം. അപ്പൊ എനിക്കൊരു കടി കിട്ടിയ സമയത്ത് അദ്ദേഹം ഭയങ്കരമായിട്ട് വന്ന് എനിക്ക് ഒന്ന് ചാനലിലൊക്കെ വന്ന ഒരു സർക്കാർ സംവിധാനത്തിൽ നിൽക്കുന്ന ഗവൺമെന്റിന്റെ സംവിധാനത്തിൽ നിൽക്കുന്ന ഒരു ഓഫീസർ വന്ന് ഒരാളിനെതിരെ മോശമായിട്ട് സംസാരിക്കുന്ന പറയുമ്പോൾ അത് നമുക്ക് അദ്ദേഹത്തിനെതിരെ നമുക്ക് സംസാരിക്കാമല്ലോ. അപ്പൊ അതുകൊണ്ട് അതേ ഓണത്തിനാണ് എന്നെ പിടിക്കാത്തത്. ഞാൻ എന്റെ ഒരു ഫോട്ടോ, ഞാൻ വേറൊരു പാമ്പ് പിടിക്കുന്ന ഒരാളും കൂടെ ഒരു ഫോട്ടോ അയാളുടെ മൊബൈലിൽ DP ഇടുന്നാൽ അതിനെ ഉടനെ ഡിലീറ്റ് ചെയ്യിപ്പിക്കുക. അത് ഈ ശബരിമലയിൽ നിൽക്കുന്ന ബൈജു കോട്ടപ്പടം എന്ന ചെറുപ്പക്കാരൻ അവിടെ ജോലിക്ക് വേണ്ട അപേക്ഷ കൊടുത്ത സമയത്ത് അദ്ദേഹത്തിന്റെ DP ഇതേ നോക്കിയപ്പോൾ ഞാനും പുള്ളിയായിട്ട് നിൽക്കുന്ന DP ആണ്. അപ്പോൾ ഇത് ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. എനിക്കത് ഇഷ്ടപ്പെടുന്നില്ല എന്നാൽ അത് ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച മറ്റൊരു പാമ്പിനെ പിടിക്കുന്ന ഒരാൾ എന്തോ പറഞ്ഞ സമയം പുള്ളി പറഞ്ഞതിനെ വിമർശിച്ച് പറഞ്ഞ ഉടനെ പുള്ളി അദ്ദേഹത്തിന്റെ ചോദിക്കണോ, നീയൊക്കെ മറ്റേ ട്രിവാൻഡ്രത്തുള്ള അവനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരില്ലെന്ന് ഉടനെ എടുത്തടിച്ച് ചോദിച്ചൊരു ആളാണ് അദ്ദേഹം. അപ്പൊ ഇങ്ങനെ കുറെ. എന്നാൽ എന്റെ പ്രിയപ്പെട്ട മലയാളി വാർത്തയുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്, നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, അധികം പ്രാധാന്യം വന്നില്ല. എനിക്കൊരു കടി കിട്ടുമ്പോൾ മാത്രമേ എല്ലാവരും അറിയുന്നുള്ളൂ. പക്ഷെ തിരുവനന്തപുരത്ത് ഒരുപാട് പാമ്പിനെ പിടിക്കുന്ന ആൾക്കാർ കടി കിട്ടുന്നുണ്ട്. ഏറ്റവും മൃഗീയമായ ഒരു മരണമാണ് തിരുവനന്തപുരത്ത് നമ്മുടെ ഈ കിള്ളിപ്പാലത്ത് ഷിബു എന്നുള്ള ചെറുപ്പക്കാരൻ പാമ്പടിയിട്ട് മരണപ്പെട്ടത്. പാമ്പ് പിടിക്കാൻ പോയപ്പോൾ കടി കിട്ടിയതല്ല, പാമ്പിനെ കൊണ്ടുവന്നപ്പോൾ കടി കിട്ടിയതല്ല, പാമ്പിനെ കൊണ്ട് തുറന്നു വിടാനായിട്ട് പൊന്മുടി കാട്ടിലേക്ക് പോകുന്നത് കാട്ടിനകത്ത് വെച്ച് കടി കിട്ടിയെന്നുള്ളത്. കാട്ടിനകത്ത് വെച്ച് കടി കിട്ടിയ സമയത്ത് എങ്ങനെ കടി കിട്ടി, കടി കിട്ടാൻ സാഹചര്യം എന്താണ്, എന്തിന് വനത്തിൽ പോയി, RRT വണ്ടിയിലാണ് പോയത്, എന്തിന് RRT വണ്ടിയിൽ ഇദ്ദേഹത്തിന് പോയി, ഇദ്ദേഹം പോകുന്ന സമയത്ത് കള്ളു കുടിച്ചിട്ടുണ്ടായിരുന്നു, ഇവര് പോകുന്ന വഴിക്ക് വണ്ടിയിലുള്ള എല്ലാവരും കഴിച്ചിട്ടുണ്ടെന്ന് അറിയാൻ പറ്റിയത്. കാട്ടിനകത്ത് ഇത്രയും കഴിച്ചുകൊണ്ടുവന്ന ഒരാളിനെ പാമ്പിനെ തുറന്നു വിട്ട് വീഡിയോ എടുക്കുന്നുള്ള കയ്യിൽ കടി കിട്ടി അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തിന് അതിനെതിരെ പറയാനൊന്നും വോയിസ് ഇല്ല. എനിക്ക് കടി കിട്ടുമ്പോഴും എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോഴും എന്റെ പേര് കേൾക്കുമ്പോഴും പുള്ളിക്ക് ഭയങ്കര അലർജിയാണ്. അതിന്റെ ചേതവികാരം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ആർക്കും ഒരു ശല്യത്തിന് പോകുന്നില്ല, ഞാനാരെ അപ്പനെ വിളിക്കാൻ പോകുന്നില്ല, ഞാനാരെ അപ്പനെ അമ്മയെ വിളിക്കാൻ പോകുന്നില്ല. ഞാൻ മര്യാദയ്ക്ക് ആരെങ്കിലും പാവപ്പെട്ട ആൾക്കാർ അവനെ പിടിക്കാൻ വിളിച്ചിട്ട് എന്റെ കയ്യിലെ കാശ് മുടക്കി അപൂർവമായിട്ട് മാത്രം ആൾക്കാരെ പൈസ തരുന്നു, ബാക്കിയെല്ലാം ഞാൻ പലിശയ്ക്ക് എടുത്തിട്ടാണ് ഞാൻ എന്റെ പിറകെ നടക്കുന്നത്. അതൊക്കെ ആയിരിക്കാം പുള്ളിക്ക് ഇഷ്ടപ്പെടാത്തതെന്ന് എനിക്ക് തോന്നുന്നു. ചേട്ടൻ ഇങ്ങനെ ഒരു പ്രൊഫഷനായിട്ട് ഈ ഒരു ഇത് ഏറ്റെടുക്കുമ്പോൾ എങ്ങനെയാണ് ആ ഒരു രീതിയിലേക്ക് പോകുന്നത്? അതായത് എന്തെങ്കിലും ട്രെയിനിങ് ഒക്കെ ഇതിനു മുമ്പ് എവിടെയെങ്കിലും കിട്ടിയിരുന്നോ? ഇല്ല, ഒരിക്കലും. ഞാൻ അതാണ് പറഞ്ഞത്, ഞാൻ വരുന്ന സമയത്ത് പാമ്പ് കൊടുത്തക്കാരോ പാമ്പിന് ട്രെയിനിങ് ഒന്നും ആർക്കും ഇല്ല. ഞാൻ സ്വയമേ പഠിച്ച് ഒരു പാമ്പിനെ പിടിച്ച് അത് എങ്ങനെ ചാടുന്നു, എങ്ങനെ കുതിക്കുന്നു, എങ്ങനെ മൂവ് ചെയ്യുന്നു, എങ്ങനെ കടിക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കി ഞാൻ മുന്നോട്ട് പോയി. അല്ലാതെ ഞാൻ വരുന്ന സമയത്ത് ഒരു ട്രെയിനിങ്ങും ഇല്ല. ഞാൻ കൊടുത്ത ട്രെയിനർമാർ, ഞാൻ കൊടുത്ത ട്രെയിനിങ് നേടിയവരാണ് ഇപ്പൊ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ വന്നതിന് ശേഷമാണ് ഇപ്പൊ ഈ കേരളത്തിൽ ഇത്രയും പാമ്പ് ഇത്രയും ഒരു ചർച്ചാ വിഷയമായത്, ഇത്രയും വലിയൊരു സംഭവമായതും ഇപ്പോഴത്തെ നടക്കുന്ന സംവിധാനങ്ങൾ അതിനുശേഷമാണ്. പക്ഷെ അതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പൊ പല സ്ഥലത്തും വീഡിയോയ്ക്ക് വേണ്ടി മാത്രം പാമ്പുകളെ കൊണ്ടുവച്ച് ഷൂട്ട് ചെയ്ത് വാർത്തയാക്കുന്നതായിട്ട് പല സ്ഥലത്തും അറിയാൻ പറ്റുന്നുണ്ട്. കാരണം പല സ്ഥലത്തും ഇപ്പൊ നമ്മളൊക്കെ ചെയ്യുന്ന ഒരു വെറൈറ്റി പാമ്പിനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഡെമോ ചെയ്ത് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കും. കാരണം ഒരു പുതിയ പാമ്പല്ല നമ്മുടെ കേരളത്തിൽ ഉണ്ടല്ലോ. പക്ഷെ എന്നാൽ ഇപ്പൊ നടക്കുന്നത് കേരളത്തിൽ പണ്ടേ ഉണ്ടായിരുന്ന പാമ്പുകളെ തന്നെ ഇപ്പൊ എവിടെന്നെങ്കിലൊക്കെ തോണ്ടി എടുത്തുകൊണ്ട് വന്നിട്ട് ഫോട്ടോ എടുത്തുകൊണ്ട് നെറ്റിൽ നിന്നൊക്കെ എടുത്തുകൊണ്ട് വെച്ചിട്ട് വലിയ വാർത്തയാക്കി കൊടുക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങൾക്കറിയാം, ഞാൻ ഒരു 8 വർഷങ്ങൾക്ക് പിന്നെ തിരുവനന്തപുരത്ത് മലയങ്കിന് അടുത്തൊരു വീട്ടിൽ ഒരു രാത്രിയിൽ ഒരു 8 മണിക്ക് 9 മണിക്ക് എന്നെ വിളിക്കുന്ന ഒരു പാമ്പിനെ കണ്ടെന്ന് വിളിച്ചാൽ രാജവമ്പലാണെന്ന് പറഞ്ഞു. ഞാൻ രാജവമ്പൽ അവിടെ ഇല്ലാന്ന്
എന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെല്ലുന്ന സമയത്താണ് ബാൻഡർ ക്രൈറ്റ് എന്നറിയപ്പെടുന്ന ഒരു പാമ്പിനെ പിടികൂടി. ഇവിടെ ഇല്ല എന്ന് പഠനങ്ങൾ പറഞ്ഞിരുന്നതാണ്. അവിടുന്ന് പിടികൂടി. ഞാൻ പിടിച്ചിട്ട് അതിന്റെ വീഡിയോ ഇട്ടപ്പോൾ അതിന്റെ അടിയിൽ പറഞ്ഞിരുന്നത് വാവാ സുരേഷ് മഹാരാഷ്ട്രയിൽ പോയി കൊണ്ടുവന്നിട്ട്, ഞാൻ മഹാരാഷ്ട്രയിൽ ആ സമയത്ത് പോയിട്ട് പോലും ഇല്ല, അടുത്ത സുഹൃത്തുക്കളും എനിക്കില്ല, കൊണ്ടുവന്നിട്ട് പിടിച്ചു തന്നു. അപ്പൊ അത് ഇവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ കൊറോണ സമയത്ത് അതേ സ്ഥലത്ത് പറഞ്ഞാൽ വലയിൽ കുരുങ്ങി കിട്ടി, അതേ സെയിം സാധനം വലയിൽ കുരുങ്ങി കിട്ടി. അപ്പൊ ഇതിവിടെ ഉണ്ട്, നമ്മളിവിടെ പഠനങ്ങളൊന്നുമില്ല, ചുമ്മാ വാർത്തയ്ക്ക് വേണ്ടി കുറെ കാര്യങ്ങൾ എടുത്ത് ചെറിയ ഫോട്ടോസ് എടുത്തിട്ട് അത് അവിടെ ഇല്ല ഇവിടെ ഇല്ല എന്ന് പറഞ്ഞ് പറയുന്നതാണ്. ചുമ്മയാണ്. ഇവിടെ ഇഷ്ടംപോലെ സാധനമുണ്ട്, നമ്മൾ പഠനങ്ങളില്ല ഒന്നും. ഇപ്പൊ കടുവ സെൻസസ് എന്ന് പറഞ്ഞ് നടക്കും പോലെ നമ്മൾ നടക്കുന്നത് പോലെ ഒരു പാമ്പിനെ കുറിച്ച് ഒരു സെൻസസ് നടന്നിട്ടില്ല. വിട്ട പാമ്പുകൾ വിട്ട സ്ഥലത്ത് ജീവിക്കുന്നതുകൊണ്ടൊന്നും തന്നെ അറിയുന്നില്ല. എനിക്ക് എന്റെ മലയാളി വാർത്തയുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്, ഇത്രയും വർഷം എന്റെ ജീവിതത്തിനിടയിൽ ഞാൻ ഒരുപാട് യാത്ര ചെയ്തു, അപ്പോഴൊന്നും ഇല്ലാത്ത പാമ്പുകളാണ് ഇപ്പൊ വരുന്നത്. കേരളത്തിൽ പാമ്പ് കൊടുത്തക്കാട് എണ്ണം കൂടിയപ്പോൾ സിറ്റിയിൽ ഉൾപ്പെടെ പാമ്പിനെ കണ്ടു തുടങ്ങി എന്നുള്ളതാണ്. അത് യഥാർത്ഥത്തിൽ അന്വേഷിക്കേണ്ടതാണ്. ഇത് എവിടെ നിന്ന് വരുന്നു. ഇപ്പൊ വഴുതക്കാട് ഏരിയയിൽ നിന്ന് മൂർഖൻ പാമ്പില്ല, എന്റെ ഓർമ്മയിൽ മൂർഖൻ പാമ്പില്ലായിരുന്നു. ഇപ്പൊ വഴുതക്കാട് അവിടെ ഒരുപാട് സ്ഥലങ്ങളിൽ മൂർഖൻ പാമ്പുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ സിറ്റിക്ക് അകത്ത് ഇതുവരെ മൂർഖൻ പാമ്പിന് കിട്ടാത്ത മൂർഖൻ പാമ്പുകൾ വരുന്നുണ്ട്. ഇതൊക്കെ എവിടെ പിടിക്കുന്നു, ആര് പിടിക്കുന്നു, എവിടെ വിടുന്നു ഒരു കണക്കുമില്ല. ഇപ്പൊ ഇഷ്ടം പോലെ പാമ്പുകൾ കാണാത്ത സ്ഥലങ്ങളിൽ, എന്റെ ജീവിതത്തിൽ ഇതുവരെ കാണാത്ത സ്ഥലങ്ങളിലാണ് പാമ്പ്, വനമുള്ള പാമ്പുകളെ കാണുന്നത്. പാമ്പുടിയുടെ എണ്ണം കൂടുന്നു. ഇന്നലെ നമ്മുടെ എന്താ പറയുക, കോരാണിക്കടുത്ത് ഒരു അമ്മ പാമ്പടിയിട്ട് മരണപ്പെട്ടിരുന്നു. ഞാൻ ആ വീട് സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. അണലിയുടെ കടിയാണ് ഏറ്റത്. ഈ കഴിഞ്ഞ ആഴ്ച തന്നെ കോഴിക്കോട് ഒരു തൊഴിലുറപ്പിന്റെ ഒരു അമ്മ പാമ്പടിയിട്ട് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഒരു കൊച്ചു കുട്ടി സൈക്കിൾ 3 വീലുള്ള സൈക്കിൾ എടുക്കുന്നതിന് 2 വയസ്സോ 3 വയസ്സുള്ള മോന് 6 വയസ്സുള്ള മോന് സൈക്കിളിൽ നിന്ന് മലബാർ മലബാറിന്റെ കടിയേറ്റ് മരണപ്പെട്ടു. അങ്ങനെ ഒരുപാട് പാമ്പ് കടിയുണ്ട്, പാമ്പടി മരണമുണ്ട്, പാമ്പടിയുടെ എണ്ണം കൂടുന്നു. പാമ്പുകളെ എങ്ങനെ വരുന്നു എന്നുള്ളതിന്റെ ഒരു കൃത്യമായിട്ട് കണക്കോ പഠനങ്ങളോ ഒന്നുമില്ല. വിടുന്ന പാമ്പുകൾ കാട്ടിൽ ജീവിക്കുന്നുണ്ടോ എന്നൊന്നും പഠനമില്ല. പക്ഷെ ഞാനും ഒരു പാമ്പിനെ ഒരു കാട്ടിൽ വിട്ടു കഴിഞ്ഞാൽ പിന്നെ ആ സ്ഥലത്ത് പോകുമ്പോൾ അവിടെയൊക്കെ നോക്കാറുണ്ട്, അവിടെയൊക്കെ പാമ്പിന്റെ സ്കിന്നോ അല്ലെങ്കിൽ അതിന്റെ എന്തെങ്കിലും സാധനങ്ങളുണ്ടോ എന്ന് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെ ഞാൻ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്റെ യാത്രകളിൽ കിട്ടിയ അനുഭവങ്ങളാണ് എന്റെ പ്രിയപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ഞാൻ അവയർനെസ് ക്ലാസ്സുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ചേട്ടൻ എങ്ങനെയാ മനസ്സിലാവുന്നത് ഒരു സ്ഥലത്ത് ഒരു പാമ്പുണ്ടെങ്കിൽ? നമുക്കറിയാം, അറിയാലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മളെല്ലാം വിവാദമായ ഒരു കേസ് നമ്മൾ സാക്ഷിയായിട്ട് പോയിട്ടുണ്ട്. ഞാൻ നമ്മുടെ ഉത്തര കൊലക്കേസിന് ഞാനായിരുന്നു വെളിയിൽ നിന്നുള്ള മെയിൻ ആയിട്ടുള്ള ഒരു സാക്ഷി. അപ്പൊ ഞാനൊരു പാമ്പരത്തിയെ പിടികൂടാൻ പോകുമ്പോൾ അത് എഴഞ്ഞു പോകുന്ന പാട്, അവിടെ മണ്ണുള്ള സ്ഥലമാണ്, അവിടെ എഴഞ്ഞു പോകുന്ന പാടിൽ എഴഞ്ഞത് എങ്ങനെയാണ്, അത് അണലിയുടെ അഴച്ചിൽ നമുക്കറിയാം, ചേരയുടെ അഴച്ചിൽ നമുക്കറിയാം, പെരുമ്പാമ്പിന്റെ അഴച്ചിൽ നമുക്കറിയാം, മണ്ണൂരി എന്നറിയപ്പെടുന്നതിന്റെ അഴച്ചിൽ, മൂർഖന്റെ അഴച്ചിൽ വേറെയാണ്. അപ്പൊ അതൊക്കെ നോക്കി വെക്കുക. അപ്പൊ പോകുമ്പോൾ ആ സ്ഥലത്ത് ഒരു ലൊക്കേഷൻ, ആ സ്ഥലത്ത് പോകുമ്പോൾ 2-3 വർഷത്തിനിടയിൽ എന്നെ എത്ര പാമ്പുകൾ ഞാൻ അവിടെ പിടിക്കാൻ പോയിട്ട് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ള പാമ്പ് ഏതാണ്, അവിടെ ചേരയാണോ കൂടുതലുള്ളത്, അല്ലെങ്കിൽ മൂർഖനാണോ കൂടുതലുള്ളത്, അണലിയാണോ കൂടുതലുള്ളത്, അണലി കൂടുതലുണ്ടെങ്കിൽ അവിടെ മൂർഖന്റെ സാന്നിധ്യം കുറവാണെന്നും, മൂർഖൻ കൂടുതലുണ്ടെങ്കിൽ അവിടെ അണലിയുടെ സാന്നിധ്യം കുറവാണ്. കാരണം മൂർഖൻ എല്ലാത്തിനെയും കഴിക്കുന്ന ഒരു ജീവി, ഒരു പാമ്പാണ്. അപ്പൊ മൂർഖൻ പാമ്പ് അണലിയൊക്കെ പിടിക്കുന്നതാണ്. അപ്പൊ അങ്ങനെ ഞങ്ങളെ കൗമുദി തന്നെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. മൂർഖൻ പാമ്പ് അണലിയെ വിഴുങ്ങിയിട്ട് അണലിയെ ഛർദ്ദിച്ചിരിക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഇപ്പൊ ഈ ഏരിയയിൽ ഞാൻ സ്ഥിരം സന്ദർശിക്കുമ്പോൾ ഇവിടെ ഏതൊക്കെ പാമ്പുകളുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഞാൻ അത് മനസ്സിലാക്കിക്കൊണ്ട് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നു.